ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ +2 മാത്സിൽ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്ഥിരമായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മളോട് ചോദിക്കാറുള്ളത്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3 ഈസ് 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുന്ന സ്റ്റെപ്പാണ് എന്ത്, y = കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3 എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയാം കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് സംതിങ്, സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് സംതിങ്, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇത് നമ്മൾ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഉള്ള മാറ്റങ്ങൾ? സൈൻ ഇൻവേഴ്സ് ഓഫ് -x, ടാൻ ഇൻവേഴ്സ് ഓഫ് -x, കൊസീക് ഇൻവേഴ്സ് ഓഫ് മൈനസ്, ഈ മൂന്നാളുകൾ ഒരു ഗ്രൂപ്പാണ്. ഇവർക്ക് ഓഫ് -x എന്ന് വന്നു കഴിഞ്ഞാൽ മൈനസിനെ നേരെ നമ്മൾ മുന്നിലേക്ക് മാറ്റും അല്ലേ. ഈ ഒരു മൈനസിനെ നേരെ നമ്മൾ അടുത്ത ഓപ്ഷനിൽ മുന്നിലേക്ക്. ഇനി അടുത്തൊരു മൂന്നാളുകൾ വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് കോസ് ഇൻവേഴ്സ് ഓഫ് -x, കോട്ട് കോക്കോഎസ് അല്ലേ, കോട്ട് കോസ് ആൻഡ് സീക്ക്. ഇവർ മൂന്നാളുകൾക്ക് ഓഫ് -x എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, അവരെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്ന് എഴുതും. നമുക്കിവിടെ നമ്മളോട് ചോദിച്ചത് കോട്ട് ഇൻവേഴ്സ് ഓഫ് -x ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ അടുത്ത സ്റ്റെപ്പിൽ y = പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3 എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, നമുക്കറിയാം കോട്ട് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോട്ട് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 ആണ് അല്ലേ, അത് 1/√3 ആണ്. ഇതിനെ നമുക്ക് π/3 = നമുക്ക് എങ്ങനെ എഴുതാം, π/3 = കോട്ടിനെ =ന്റെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3. ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ സിംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി കോട്ട് ഇൻവേഴ്സ് ഓഫ് 1/√3നെ റീപ്ലേസ് ചെയ്ത് നമുക്ക് അവിടെ ആരെ കൊടുക്കുക, π/3 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, പൈ മൈനസ് π/3 എന്ന് വരും. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × π 3π മൈനസ് 1 × π ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അതായത് 2π, 3π എന്ന് ഒരു പൈ പോയി കഴിഞ്ഞാൽ 2π അല്ലേ, 2π ഡിവൈഡഡ് ബൈ 3, 2π ഡിവൈഡ് ബൈ നമുക്ക് ഓപ്ഷനിലുണ്ടോ, അതാ നമ്മൾ ഓപ്ഷനിലുണ്ട്. അപ്രോക്സിമേറ്റ് വാല്യൂ ഇതിന്റെ ഡിഗ്രി ഫോമിൽ എഴുതുകയാണെങ്കിൽ ഒരു 120 ഡിഗ്രി വരും അല്ലേ, 120 ഡിഗ്രി വരും. നമുക്കറിയാം കോട്ട് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് വരുന്നത് 0 to π ആണ് അല്ലേ, 0 to π, അതായത് 0 മുതൽ പോസിറ്റീവ് +180 വരെയുള്ള ഈ 0 ന്റെ 180ന്റെ ഇടയിലാണല്ലോ 120 വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കോട്ട് ഇൻവേഴ്സ് ഓഫ് -1/√3ന്റെ പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് എന്തായിട്ട് പറയാം, ഈസ് 2π/3, ദാറ്റ് ഈസ് 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ.